2020 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ഹൊറർ മൂവിയാണ് ട്രെയിൻ ടു ബുസാൻ 2 അഥവാ പെനിൻസുല. 2016 റിലീസ് ചെയ്ത ട്രെയിൻ ടു ബുസാൻ എന്ന മൂവിയുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ആദ്യത്തെ മൂവിയുമായിട്ട് ഒരു സാമ്യവുമില്ല ഈ ചിത്രത്തിന്. മാത്രമല്ല ട്രെയിൻ ടു ബുസാൻ എന്ന മൂവിയുടെ കഥ എവിടെ തീരുന്നു, അതിന്റെ പിറ്റേ ദിവസം മുതലുള്ള കഥയായിട്ടാണ് ഈ മൂവി തുടങ്ങുന്നതും. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ സോംബികളിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ സഹോദരിയും കുടുംബത്തെ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ജിയോങ് എന്നാണ് അവന്റെ പേര്. ആളൊരു പട്ടാളക്കാരൻ കൂടിയാണ്. ഈ വഴിയെ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ ഒരുപാട് തവണ ഇതിൽ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം വഴി ബ്ലോക്കാ. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരാൾ അവരുടെ കാറിന് നേരെ കൈ കാണിക്കുന്നത്. പ്ലീസ് ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരണേ, എന്റെ ഭാര്യയും മകളും കൂടെയുണ്ട്. പക്ഷേ അയാളുടെ കഴുത്തിലെ മുറിവ് കണ്ടതും അവൻ വേഗം കാറ് മുന്നോട്ടേക്ക് എടുക്കുന്നു. പ്ലീസ് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെങ്കിലും കൊണ്ടുപോ പ്ലീസ്. പക്ഷേ അവരുടെ കരച്ചിലൊന്നും വെക്കാതെ അവൻ കാർ ഓടിച്ച് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. അവരെ രക്ഷിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തെ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ അവൻ തയ്യാറല്ല. പിന്നീട് കാണിക്കുന്നത് ഒരു ന്യൂസ് ആണ്. സൗത്ത് കൊറിയയിലുള്ള ഒരു ബയോ ഫാക്ടറിയിൽ നിന്നുമാണ് ഈ വൈറസിന്റെ ഉത്ഭവം. എന്തുകൊണ്ടാണ് ഈ വൈറസ് ഇത്രയും പടർന്നു പിടിക്കാനുള്ള കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല. മാത്രമല്ല കൊറിയ മുഴുവനും ഈ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇപ്പോ സേഫ് ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിലെ പെനിൻസുല എന്ന സ്ഥലമാണെന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. ഇതേ സമയം രക്ഷപ്പെട്ടുപോയ നമ്മുടെ ജിയോങ്ങും കുടുംബവും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജപ്പാനിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്ന ഒരു കപ്പലിലായിട്ടാണ്. ഇവരെ പോലെ തന്നെ രക്ഷപ്പെട്ടു വന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും സുരക്ഷിതമായിട്ട് കപ്പലിൽ യാത്ര തിരിക്കുന്നു. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് അവന്റെ ജൂനിയർ ഓഫീസർ വരുന്നത്. ക്യാപ്റ്റൻ, നമ്മളെ ഹോങ്കോങ്ങിലേക്കാണ് മാറ്റുന്നത്. എന്താ പെട്ടെന്ന്? കാരണം എന്താണെന്ന് അവർ പറയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാനായിട്ട് തന്റെ പെങ്ങളോട് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ വൈറസ് ബാധയേറ്റ ഒരാളുണ്ടായിരുന്നു. ആരും അയാളെ ശ്രദ്ധിച്ചതുമില്ല. ജിയോങ്ങിന്റെ പെങ്ങളുടെ മകൻ കളിച്ചുകൊണ്ടിരുന്ന പന്ത് നേരെ ഉരുണ്ടു ചെന്ന് വീഴുന്നത് അയാളുടെ അടുത്തായിരുന്നു. ഇതറിയാതെ ആ കുട്ടി പന്തെടുക്കാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നതും മുഴുവനായിട്ടും സോംബിയായി മാറി അയാള് ആ കുട്ടിയുടെ നേർക്ക് തിരിയുന്നു. ഇതേ സമയം വിവരം തിരക്കാൻ പോയ ജിയോങ് പ്രശ്നം അറിഞ്ഞ് അവിടെ ഓടി വരികയാണ്. ആ സമയത്ത് ഒരു സോംബി അവന്റെ നേർക്ക് ചാടി വീഴുന്നുണ്ടെങ്കിലും കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അവൻ ഈസിയായിട്ട് അതിനെ കൊന്നുകളഞ്ഞു. പക്ഷേ റൂമിനടുത്തേക്ക് ചെന്നതും കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിത്തരിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ ആ റൂമിലെ സകലർക്ക് സോംബിയുടെ കടിയേറ്റിരുന്നു. എങ്കിലും അവൻ അകത്തേക്ക് ചെന്ന് തന്റെ പെങ്ങളെയും മകനെയും തിരയുകയാണ്. ഒടുക്കം അവൻ കണ്ടെത്തി കടിയേറ്റ തന്റെ മകനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന തന്റെ സഹോദരിയെ. കടി കിട്ടിയത് കാരണം ആ കുട്ടി ഇപ്പോൾ ഒരു സോംബിയായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. എപ്പോ വേണമെങ്കിലും പൂർണ്ണമായിട്ട് ഒരു സോംബിയായി മാറാം. ഈ കാഴ്ച കണ്ട ജിയോങ് ആകെ തകർന്നു പോയിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളിനി എന്ത് ചെയ്യും? ആ അമ്മയ്ക്ക് ഈ കാഴ്ച എങ്ങനെ സഹിക്കാനാകും? പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കുന്നത് പന്തിയല്ല. എപ്പോ വേണമെങ്കിലും കടിയേറ്റ മുഴുവൻ ആൾക്കാരും സോംബിയായി മാറാം. പക്ഷേ ജിയോങ് എത്ര ശ്രമിച്ചിട്ടും അവർ തന്റെ മകനെ വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും കടിയേറ്റവരെല്ലാം സോംബികളായിട്ട് ഉയർത്തെഴുന്നേറ്റിരുന്നു. ഇത്രയും സോംബികളുടെ മുന്നിൽ അവൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അവൻ തന്റെ ചേച്ചിയെ നോക്കിയപ്പോൾ സോംബിയായിട്ട് മാറിയ തന്റെ മകന്റെ കടി അവർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇതും കണ്ടുകൊണ്ടാണ് അവരുടെ ഹസ്ബൻഡ് അവിടെ കൂടി വരുന്നത്. അയാളെ കണ്ടതും ജിയോങ് വേഗം പുറത്തേക്ക് ഇറങ്ങി ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. സ്വന്തം ഭാര്യയും മകനും മരിക്കുന്ന കാഴ്ച അയാൾക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും? ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായിട്ട് അലറിക്കരയാൻ മാത്രമേ രണ്ടുപേർക്കും പറ്റിയുള്ളൂ. ഈയൊരു പ്രശ്നം കാരണം മറ്റ് രാജ്യക്കാരെ കൊറിയയിൽ നിന്നുള്ള അഭയാർത്ഥികൾ സ്വീകരിക്കാതെയായി. കൊറിയ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു എന്നതാണ് സത്യം. പിന്നീട് കാണിക്കുന്നത് 4 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ജിയോങ്ങും അവന്റെ സഹോദരിയുടെ ഭർത്താവും ഇപ്പോൾ ഉള്ളത് ഹോങ്കോങ്ങിലാണ്. എല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രരായിരുന്നു അവർ. ആർക്കും ശല്യമില്ലാതെ ഒരു കുഞ്ഞു റൂമില് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ജിയോങ്ങിനെ കുറെ ഗുണ്ടകൾ വന്ന് ഒരു ഡോണിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവന്റെ മച്ചാനെയും നേരത്തെ പൊക്കിയിരുന്നു. ആരാണെന്ന് വെച്ചാൽ അവന്റെ മരിച്ചുപോയ സഹോദരിയില്ലേ, അവരുടെ ഭർത്താവ് തന്നെ. ഇപ്പോ രണ്ടുപേരും അളിയനും മച്ചാനുമാണ്. അങ്ങനെ ആ ഡോണ് അവർക്ക് മുന്നിലേക്ക് ഒരു ഓഫർ വെക്കുകയാണ്. വിഷയം വേറൊന്നുമല്ല, നിങ്ങളുടെ നാട്ടിലെ കൊറിയ, അവിടെ ഒരിടത്ത് ഞങ്ങളുടെ ട്രക്ക് പണവുമായിട്ട് പെട്ടുപോയി. $20 മില്യൺ ആണ്. പിന്നെ അതത്ര വലിയ സംഭവമൊന്നുമല്ല, രാത്രിയിൽ പോയാൽ മതി. ട്രക്ക് എടുക്കുന്നു, പണവുമായിട്ട് വരുന്നു, സിമ്പിൾ. മാത്രമല്ല രാത്രി ആയതുകൊണ്ട് സീനില്ല. സോംബികൾക്ക് രാത്രിയിൽ കണ്ണു കാണാൻ പറ്റില്ലെന്നാ കേട്ടത്. അപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടും. ഒരാൾക്ക് $2.5 മില്യൺ വെച്ച് തരും. ആലോചിച്ചു നോക്ക്. എന്നും ഇങ്ങനെ പിച്ചക്കാരെ പോലെ ജീവിക്കണോ, അതോ ഞാൻ തരുന്ന ഓഫർ സ്വീകരിക്കുന്നോ? പക്ഷേ ജിയോങ്ങിന് അയാളുടെ ഈ ഓഫറിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിന്റെ തലയ്ക്ക് വട്ടാണോ അങ്ങോട്ട് തിരികെ പോയിട്ട് സോംബികളുടെ വായിലോട്ട് ചെന്ന് കയറാൻ? എന്തൊക്കെയാണെങ്കിലും അങ്ങോട്ടേക്ക് തിരികെ പോകാൻ ജിയോങ്ങിന് ഒട്ടും താല്പര്യം
താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വേണ്ടത്? നിനക്കെന്നും ഇതുപോലെ പിച്ചക്കാരെ പോലെ ജീവിക്കാനാണോ ഇഷ്ടം? ഒട്ടും താല്പര്യമില്ലെങ്കിലും അവസാനം മച്ചാന്റെ വാക്ക് കേട്ട് അവൻ പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാത്രിയായതും ഒരു കപ്പലിലായിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. മൊത്തം 4 പേരാണുള്ളത്. കപ്പൽ ഇപ്പോൾ വെനസ്വേല തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സകല ആയുധങ്ങളും കപ്പൽ തന്നെ ഉണ്ടായിരുന്നു. കപ്പലിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ ഗുണ്ടകളിൽ ഒരാൾ അവർക്ക് വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ സമ്പന്നരാകും. പിന്നെ രാത്രിയിലെ സോംബികൾക്ക് കണ്ണു കാണില്ല, പക്ഷേ ശബ്ദത്തോട് പെട്ടെന്ന് പ്രതികരിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടി, നിങ്ങളെ ഇറക്കി കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരികെ പോകും. അത് പറഞ്ഞ് 2 സാറ്റലൈറ്റ് ഫോൺ കൂടി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ട്രക്കുമായിട്ട് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ വിളിക്കണം. അങ്ങനെ കപ്പലിൽ നിന്നും ഇറങ്ങി തീരത്തേക്ക് ഒരു കുഞ്ഞു ബോട്ടിൽ തുഴഞ്ഞാണ് 4 പേരും പോകുന്നത്. പാലമൊക്കെ പകുതി വെച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് 4 പേർക്ക് നല്ല പേടിയുണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ലല്ലോ. ഒടുവിൽ സ്ഥലമെത്തിയതും 4 പേരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കൂടെയുള്ള ഒരാള് അടുത്ത് കിടക്കുന്ന ഒരു കാർ ശ്രദ്ധിക്കുന്നത്. അതിൽ കീ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്കാവുന്നുണ്ട്. പിന്നീട് ലൊക്കേഷനിലേക്ക് കാറിലായിരുന്നു യാത്ര. 4 വർഷം മുന്നേ അവര് കണ്ട കൊറിയായിരുന്നില്ല അത്. തിരിച്ചറിയാനാവാത്ത വിധം ആ സ്ഥലം മാറിപ്പോയിരുന്നു. 4 വർഷം കൊണ്ട് ആ നഗരം ഇല്ലാതായെന്ന് തന്നെ പറയാം. അല്പനേരത്തെ യാത്രക്കൊടുവില് അവർ ആ ട്രക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വണ്ടി നമ്പർ ഇത് തന്നെയല്ലേ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. മച്ചാൻ ഇറങ്ങാൻ പോയതും അത് തടഞ്ഞുകൊണ്ട് ജിയോങ് പുറത്തേക്ക് ഇറങ്ങുന്നു. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൻ പതിയെ നടന്ന ട്രക്കിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ നമ്പർ നോക്കി. പക്ഷേ ട്രക്ക് അതല്ലായിരുന്നു. വീണ്ടും തിരികെ കാറിലേക്ക് പോകാൻ പോയപ്പോഴാണ് എന്തോ ഒരു ശബ്ദം. അവൻ പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നു. എന്നാൽ അവിടെ അവൻ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബിൽഡിംഗിന്റെ അപ്പുറം 100 കണക്കിന് സോംബികൾ കൂടി കിടക്കുന്നു. ഒരു പക്ഷേ രാത്രി ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും സോംബികൾ ജിയോങ്ങിനെ കണ്ടിട്ടില്ല. പണി കിട്ടുന്നതിന് മുന്നേ അവൻ വേഗം തിരികെ ഓടിച്ചെന്ന് കാറിൽ കയറി. അങ്ങനെ അവിടെ നിന്ന് ട്രക്ക് അന്വേഷിച്ച് അവർ വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയതും മറ്റൊരു ട്രക്ക് അവർ കണ്ടു. ഞാൻ പോയി നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരി. ഞാൻ ടൂറിനൊന്നും വന്നല്ലോ, ഒന്നിച്ച് പോയാൽ മതി. അങ്ങനെ 3 പേരും കൂടി ആ ട്രക്കിന് അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. ഭാഗ്യത്തിന് അത് അവർ തേടി വന്ന ട്രക്ക് തന്നെയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൂരെ മാറുതെന്ന് ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ നാട്ടിൽ ജീവനോടെ ആരൊക്കെയോ ഉണ്ട്. ഇവിടെ ഇതേ സമയം അവർ ആ ട്രക്ക് തുറന്നു നോക്കിയതും പറഞ്ഞതുപോലെ തന്നെ അതിനുള്ളിൽ നിറയെ പണമായിരുന്നു. അത്രയും പണം കണ്ടതും എല്ലാവരുടെ കണ്ണു തള്ളിപ്പോയി. അപ്പോ അവര് പറഞ്ഞത് സത്യമായിരുന്നല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. വേഗം തന്നെ ട്രക്ക് എടുക്കാനായിട്ട് മുന്നോട്ടേക്ക് ചെന്ന് അവർ കാണുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഒരു ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി അല്ലേ, അതൊന്നും ചെയ്യില്ലല്ലോ. ആ ധൈര്യത്തില് മച്ചാനുള്ളിലേക്ക് കയറി ഡെഡ് ബോഡി പതിയെടുത്ത് മാറ്റാൻ നോക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ സോംബി കണ്ണു തുറന്നുകൊണ്ട് അവനെ കടിക്കാൻ നോക്കുന്നത്. ഒഴിഞ്ഞു മാറാൻ നോക്കുന്നതിനിടയ്ക്ക് വെപ്രാളത്തിന് ആ കഴിച്ചെന്ന് അമരുന്നതോ ട്രക്കിന്റെ ഹോണിലും. പിന്നെ പറയണ്ടല്ലോ, ഇത്രയും നിശബ്ദമായി കിടക്കുന്ന സ്ഥലത്ത് അത്രയും ഒച്ചത്തിൽ വലിയൊരു ഹോൺ മുഴങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും? ജിയോങ് പെട്ടെന്ന് തന്നെ ആ സോംബിയുടെ തിരുനെറ്റിക്ക് നോക്കി ഒരൊറ്റ വെടി. ഭാഗ്യത്തിനാണ് മച്ചാൻ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. എന്തൊരു പൊട്ടന്മാരാണ് ഇവന്മാര്. അങ്ങനെ ഡെഡ് ബോഡി എല്ലാം മാറ്റി ട്രക്കിനുള്ളിൽ കയറാനായിട്ട് പോയപ്പോഴാണ് ദൂരെ നിന്നും അടുത്തേക്ക് വരുന്നത് പോലെ എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. എന്താണെന്ന് അറിയാത്തോണ്ട് അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കി ഇവർ കാണുന്നതോ മലവെള്ളം പോലെ തങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന 100 കണക്കിന് സോംബികൾ. ട്രക്കിന്റെ ഹോൺ ശബ്ദം കേട്ട് വന്നതാണ്. വരുന്നതിനെല്ലാം ജിയോങ് വെടിവെച്ചിടാൻ നോക്കുന്നുണ്ടെങ്കിലും അത്രയും സോംബികളാണ് ഒഴുകി വരുന്നത്. നിന്നാ പണിയാണെന്ന് മനസ്സിലായതും അവൻ ഓടാൻ തുടങ്ങി. ഓടിച്ചെന്ന് വേഗം ട്രക്കിലേക്ക് കയറിയതും നിമിഷ നേരം കൊണ്ട് ട്രക്ക് അവിടുന്ന് പറപ്പിക്കുന്നു. ഏറ്റവും മുന്നിലായിട്ട് കാറ്, പിറകിലായിട്ട് ട്രക്ക്, അങ്ങനെയാണ് പോകുന്നത്. ഭാഗ്യത്തിന് സോംബികൾ പിറകെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന കാര്യം സക്സസ് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുമല്ലേ. ഇനിയെന്താ, നേരെ ഹാർബറിലേക്ക് പോകുന്നു. ട്രക്ക് കൈമാറുന്നു, പണം കൈപ്പറ്റുന്നു. പിന്നീട് അങ്ങോട്ട് സുഖ ലൈഫ്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ആരോ ഫ്ലെയർ ഗൺ പോലുള്ള കണ്ണു വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. എന്തോ പണിയാണെന്ന് ജിയോങ്ങിന് മനസ്സിലായി. മാത്രമല്ല ഈ വെട്ടം കണ്ടുകൊണ്ട് സോംബികളെല്ലാം കൂടി അവരുടെ ട്രക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. നിന്നാ പണിയാണ്. അവര് വേഗം കാറും ട്രക്കും മുന്നോട്ടേക്ക് എടുക്കുന്നു. വരുന്ന സോംബികളെല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാറ് മുന്നോട്ടേക്ക് പോയെങ്കിലും മറ്റൊരു കാറിലിടിച്ച് ആ കാർ തലകീഴായിട്ടങ്ങ് മറിഞ്ഞു. പിറകെ വന്ന ട്രക്കും ആ കാറിൽ ചെന്ന് ശക്തിയിൽ ഇടിച്ചതും ജിയോങ് തെറിച്ച് പുറത്തേക്ക് വീണുപോയി. സോംബികൾ പാഞ്ഞു വന്നതും മച്ചാൻ വേഗം ട്രക്കിനുള്ളിൽ കയറി ലോക്ക് ചെയ്തു. കാറിലുണ്ടായിരുന്ന ലേഡിക്കും ട്രക്കിലുണ്ടായിരുന്ന മറ്റേയാൾക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ജിയോങ്ങിന്റെ അടുത്തേക്കും ഒരു സോംബി ഓടി വന്നതും പെട്ടെന്നാണ് ഒരു കാർ വന്ന് ആ സോംബി ഇടിച്ചു തെറിപ്പിക്കുന്നത്. ജീവൻ വേണേൽ കയറിക്കോ. കുറച്ചു മുന്നേ ഇവരെ ആരോ ഒളിച്ചു നോക്കിയിരുന്നില്ലേ? അത് ദേ ഈ പെൺകുട്ടിയായിരുന്നു. അവളുടെ കൂടെ തന്നെ മറ്റൊരു കൊച്ചുകുട്ടിയും കൂടിയുണ്ട്. സോംബികൾ വരുന്നത് കണ്ടതും അവൻ വേഗം ആ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. അപ്പൊ തന്നെ അവൾ ആ കാറ് പറത്തി വിടുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ കൊച്ചു പെൺകുട്ടിയുടെ അതിസാഹസികമായ ഡ്രൈവിംഗ് ആണ്. സോംബികളെല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അവൾ ഡ്രൈവ് ചെയ്യുന്നത്. പേടിച്ചു പോയല്ലേ? ആ കൊച്ചുകുട്ടി ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അന്തം വിട്ടിരുന്നു പോയി. പാലത്തിന്റെ അടിയിൽ കൂടെയും ഊടുവഴിയിൽ കൂടെയും
ബിൽഡിംഗിന്റെ ഇടയിൽ കൂടെയെല്ലാം ഡ്രിഫ്റ്റ് അടിച്ച് പാറപ്പിക്കുന്നു. മുന്നിൽ വരുന്ന സോംബികളെല്ലാം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒടുവിൽ സോംബികളെല്ലാം കൂടി കൂട്ടത്തോടെ ഒരു കുഞ്ഞു വഴിയിൽ കുടുക്കിയ ശേഷം ഒരു പാലത്തിന്റെ അടിയിലേക്കാണ് വണ്ടി ഓടിച്ചു കയറ്റുന്നത്. അകത്തേക്ക് കയറിയതും അവൾ വണ്ടി നിർത്തുന്നു. പാലത്തിന്റെ അങ്ങേയറ്റത്ത് നിൽപ്പുണ്ട് കുറെ സോംബികൾ. ഇതില് ഞാൻ ഇടപെടേണ്ടി വരുമോ പറഞ്ഞുകൊണ്ട് ആ കൊച്ചു പെൺകുട്ടി തന്റെ കയ്യിലുള്ള ലൈറ്റൊക്കെയുള്ള ഒരു കളിപ്പാട്ട കാർ തറയിലേക്ക് വെക്കുന്നു. ശേഷം റിമോട്ട് വെച്ച് ആ കാറ് സോംബികളുടെ ഇടയിലേക്കാണ് ഓടിച്ചു കയറ്റുന്നത്. അതിന്റെ ലൈറ്റ് പാട്ടും എല്ലാം കേട്ടുകൊണ്ട് സോംബികളെല്ലാം കാറിന്റെ പുറകെയും. അങ്ങനെ സകല സോംബികളെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറ്റിയ ശേഷം അവരോടൊന്ന് രക്ഷപ്പെടുന്നു. ഇവിടെ ഇതേ സമയം നമ്മുടെ മച്ചാനിരിക്കുന്ന ട്രക്ക് മുഴുവനും സോംബികൾ വളഞ്ഞിരിക്കുവാണ്. പെട്ടെന്നാണ് ലൈറ്റ് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഐസ്ക്രീം വണ്ടി വരുന്നത് പോലെ ഒരു വണ്ടി ഒരിടത്തേക്ക് വരുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ ഐസ്ക്രീം കാട്ടി കൊതിപ്പിക്കില്ലേ, അതുപോലെ സോംബികളെ മുഴുവനും കൊതിപ്പിച്ചുകൊണ്ട് ആ വണ്ടി അവിടുന്ന് കടന്നു കളഞ്ഞു. ലൈറ്റും പാട്ടും കേട്ടുകൊണ്ട് പിറകെ സോംബികളെല്ലാം പോയതും 2-3 വണ്ടികൾ ആ ട്രക്കിനടുത്തേക്ക് വരികയാണ്. ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ജിയോങ്ങിനെയും മറ്റു 3 പേരെയും അപകടത്തിലാക്കിയത് ഇവരായിരുന്നു. ട്രക്കിനടുത്തെത്തിയതും ജിയോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേയാള് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ഇതും കേട്ടുകൊണ്ടാണ് അവരുടെ ലീഡർ ആയിരുന്ന ഒരാൾ മുന്നോട്ടേക്ക് വരുന്നത്. അയാൾ വന്നതും അവനെ എടുത്തിട്ട് അടിച്ചങ്ങ് ശരിയാക്കി. പ്ലീസ് എന്നെ രക്ഷിക്കണം സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നാൽ അങ്ങേർക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഒരു ഹരമാണ് തോന്നിയത്. ഒരു വലിയ കമ്പി എടുത്ത് ഒരു ദയമില്ലാതെ അയാളുടെ മുഖത്തേക്ക് കുത്തി ഇറക്കുന്നു. കൊല്ലുക എന്ന് പറയുന്നത് അവർക്ക് അത്ര രസമുള്ള ഒരു കാര്യമാണ്. യൂണിറ്റ് 631 എന്നാണ് ഈ ടീമിന്റെ പേര്. ക്രൂരന്മാരായ കുറെ മനുഷ്യരുള്ള ഒരു യൂണിറ്റ്. ഇവരുടെ കയ്യിൽ പെടുന്നതിനേക്കാളും നല്ല സോംബി കടിയേറ്റ് മരിക്കുന്നതാണ്. അതിൽ വട്ടുപിടിച്ച ഒരു ടീം. ട്രക്കിനുള്ളില് പലചരക്ക് സാധനങ്ങളായിരിക്കുമെന്നാണ് അവർ കരുതിയത്. അവർ ആ ട്രക്കുമായിട്ട് നേരെ അവരുടെ സംഗീതത്തിലേക്ക് പോകുന്നു. എന്തോ ഭാഗ്യത്തിന് അതിനുള്ളിലുണ്ടായിരുന്ന മച്ചാനെ അവർ കണ്ടില്ല. അങ്ങനെ നമ്മുടെ ജിയോങ്ങിനെ കൊണ്ട് ആ പെൺകുട്ടികൾ അവരുടെ വീട്ടിലേക്കാണ് വരുന്നത്. മൂത്ത പെൺകുട്ടിയുടെ പേര് ജൂനി, അവളുടെ അനിയത്തിയായിരുന്നു ഇത് യൂജിൻ. അവർ കൂടാതെ ആ വീട്ടിലൊരു മുത്തശ്ശനും പിന്നെ അവരുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. നിന്നോടൊക്കെ ബാറ്ററി കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ട് കൊണ്ടുവന്നേക്കുന്നത് നോക്ക്. അപ്പോഴായിരുന്നു ബാറ്ററിയുമായിട്ട് അവരുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അമ്മയെ കണ്ടതും ജിയോങ് ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ 4 വർഷം മുന്നേ ഇവരുടെ കാറിന്റെ മുന്നിലായിട്ട് ഒരു കുട്ടിയുമായിട്ട് ഒരു ലേഡി വന്നില്ലായിരുന്നോ, അതേ സ്ത്രീ തന്നെയാണ് ഇവർ. ആ പൊടിക്കുഞ്ഞാണ് വളർന്ന് വലുതായിട്ട് നിൽക്കുന്ന നമ്മുടെ യൂജിൻ. പക്ഷേ ആ ലേഡിക്ക് ആളെ മനസ്സിലായിട്ടില്ല. നീ ആരാ? യൂണിറ്റ് 631 ആളാണോ? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹോങ്കോങ്ങിൽ നിന്നും ഞങ്ങൾ ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത്. അത് പറഞ്ഞ് നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ അവരോട് പറയുന്നു. 4 വർഷമായിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ പൈസ പെറുകിയെടുക്കാൻ ആളെത്തി. മനുഷ്യർക്കൊരു മാറ്റവും ഇല്ല. എന്നാൽ അതിനവൻ മറുപടി ഒന്നും പറയുന്നില്ല. യൂണിറ്റ് 631 എന്താ? ഇവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വന്ന പട്ടാളക്കാരായിരുന്നു. മുമ്പ് ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവരത് വിട്ടു. ആരും രക്ഷിക്കാൻ വരാത്തത് കാരണം ഭ്രാന്തന്മാരെ പോലെ അവർ തന്നെ ഒരു ടീം ഉണ്ടാക്കി. സാധാരണ ജനങ്ങളെ പോലെ ഒരു വെറുതെ വിട്ടില്ല. അങ്ങനെ ആ യൂണിറ്റിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. ആ ട്രക്ക് അവർ കൊണ്ടുപോയി. സാറ്റലൈറ്റ് ഫോൺ അതിനുള്ളില്ല. അത് കിട്ടിയാലേ ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ 3 പേരും കൂടി ആ ട്രക്ക് ഫോണും എങ്ങനെ എടുക്കാമെന്നുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം ട്രക്കുമായിട്ട് പോയ ടീം യൂണിറ്റ് 631 എത്തിയിട്ടുണ്ട്. അവിടെ വന്ന് ട്രക്കിന്റെ ഡോർ തുറന്നതും അതിനുള്ളിലുള്ള മച്ചാനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാ എണ്ണവും കൂടി അവനെ പിടിച്ച് താഴെ കറക്കുന്നു. എന്റെ പൊന്നു സാറ്, ഞാൻ ഇവിടുത്തുകാരനല്ല, മിണ്ടാതിരിക്കട പുല്ലേ, ഇവനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാ. ലീഡർ പറഞ്ഞതും എല്ലാവരും അവനെ അവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. ഗെയിം കളിക്കാൻ പുതിയ ആളെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അവര്. എല്ലാവരും പോയതും വേറൊരാള് അവര് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് അറിയാനായിട്ട് ട്രക്കിനകത്തേക്ക് ചെന്ന് നോക്കുന്നു. എന്നാൽ ബാഗ് തുറന്നു നോക്കിയതും അതിനുള്ളിലെ പണം കണ്ട് അവൻ ഞെട്ടിപ്പോയി. ഈ വിവരം പറയാനായിട്ട് അയാളെ നേരെ പോകുന്നത് ക്യാപ്റ്റന്റെ അടുത്തേക്കാണ്. എന്ന് വെച്ചാൽ ഈ മുഴുവൻ മിലിറ്ററി യൂണിറ്റിന്റെ ക്യാപ്റ്റൻ. ആൾക്കാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. വർഷങ്ങളായിട്ട് അതിനുള്ള ശ്രമത്തിലാണെങ്കിലും ഇതുവരെ ഒന്നും നടന്നില്ല. ഡിപ്രഷൻ അടിച്ച് സ്വയം വെടിവെച്ച് ചാവാൻ പോയ നേരത്താണ് ലയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. ആള് ക്യാപ്റ്റന്റെ വലം കൈ കൂടിയാണ്. ആ ട്രക്കിനുള്ളിൽ ഫുള്ള് US$ ആയിരുന്നു. ഡോളറോ? എത്ര ഡോളർ? എത്രയാണെന്നൊന്നും അറിയില്ല. ഏകദേശം ഒരു 20 ബാഗ് എങ്ങാണ്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ വേഗം തന്നെ ട്രക്കിനടുത്തേക്ക് ചെല്ലുന്നു. സംഭവം സത്യമാണ്. മാത്രമല്ല അവിടെ കിടന്ന് നമ്മുടെ ജിയോങ്ങിന്റെ സാറ്റലൈറ്റ് ഫോണും കൂടി കിട്ടുന്നുണ്ട്. അയാൾ ആ ഫോൺ ഓപ്പൺ ചെയ്തതും പെട്ടെന്നാണ് അതിനകത്തേക്ക് കോള് വരുന്നത്. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നീ ഇതെവിടാടാ? നേരം വെളുത്തല്ലോ. ഹലോ, നിങ്ങളാരാ? നീ ഏതാടാ? കാശ് എവിടെ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നീ ആരായാലും എനിക്കൊന്നുമില്ല. കാശ് പോർട്ടിൽ എത്തിക്കണം. അവന്മാർക്ക് കൊടുത്ത അതേ ഡീല് തന്നെ നിങ്ങൾക്കും. ഞങ്ങള് പോർട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ എത്തുമ്പോ ഞങ്ങളെ വിളിക്കണം. അത്രയും പറഞ്ഞ് അയാൾ കോള് കെട്ടിയിരുന്നു. എടാ, നീ വണ്ടി ഓട്ടിക്കില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പൊ സോംബികളോ? അത് നമ്മളെ കടിക്കില്ലേ? അവരുടെ കാര്യം വിട്ടേക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോ നമുക്ക് ലീഡറേയും കൂടെ കൊണ്ടുപോയാലോ? സോംബികളെക്കാളും അപകടം അവനെ കൂടെ കൊണ്ടുപോകുന്നത്. അത് ശരിയാ. ഗേറ്റിന് പുറത്ത് നിൽക്കുന്നവരെയൊക്കെ ഞാൻ ഒഴിവാക്കി
നോക്കിക്കോളാം. പക്ഷെ അങ്ങനെ ചെയ്താല് ലീഡർക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോ അയാളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലേ? അങ്ങനെ രണ്ടുപേരും കൂടി ഇവിടുന്ന് എങ്ങനെ ആരും അറിയാതെ രക്ഷപ്പെടാം എന്നുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം നമ്മുടെ മച്ചാന്റെ അവസ്ഥയായിരുന്നു പരിതാപകരം. എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും ഒരു ദയം കൂടാതെ അവന് വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ആ കാഴ്ച കണ്ടാൽ തന്നെ ഈ സ്ഥലം എന്തുമാത്രം ഡേഞ്ചർ ആണെന്ന് മനസ്സിലാകും. അമ്മാതിരി അപരാധം പിടിച്ച ഒരു സ്ഥലം. സത്യമായിട്ട് സാറ് ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാനങ്ങ് ഹോങ്കോങ്ങിൽ നിന്ന് വരുന്നത്. എന്നാൽ അവൻ പറയുന്നത് ഒരാള് പോലും മൈൻഡ് ചെയ്യുന്നില്ല. പകരം അവന്റെ ഡ്രസ്സ് മുഴുവൻ വലിച്ചു കീറുന്നു. ശേഷം സ്പ്രേ പെയിന്റ് കൊണ്ട് അവന്റെ ദേഹത്ത് 61 എന്ന നമ്പർ എഴുതി വെക്കുന്നു. അവിടെ നിന്ന് നേരെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പൂട്ടിയിടുന്നു. അവനെ പോലെ തന്നെ വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു അതിനകത്ത്. അത് കണ്ടതും നല്ല പണിയാണ് കിട്ടിയേക്കുന്നത് അവന് മനസ്സിലായി. അല്പനേരം കഴിഞ്ഞതും ഒരു ബെല്ലടിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും എഴുതിയിട്ട് മറ്റൊരു വഴി പുറത്തേക്ക് പോവുകയാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ മച്ചാൻ അവരുടെ പുറകെ ചെല്ലുന്നു. നേരെ ചെല്ലുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. എന്തോ വലിയൊരു ഗെയിം നടക്കാൻ പോകുന്ന പ്രതീതിയായിരുന്നു അവിടെ. മച്ചാനാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് മുന്നിലുള്ള വലിയൊരു ഡോർ തുറന്നു വന്നതും അതിൽ നിന്നും ഒരു കൂട്ടം സോംബികൾ പുറത്തേക്ക് വരുന്നു. ഇതായിരുന്നു അവരുടെ ഗെയിം. മനുഷ്യന്മാരുടെ അടുത്തേക്ക് സോംബികളെ അങ്ങ് അഴിച്ചുവിടും. നിസ്സഹായര മനുഷ്യരെ സോംബികൾ കൂട്ടമായിട്ട് വേട്ടയാടുന്നത് കണ്ട് ആസ്വദിക്കുക. ഗെയിമിനൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ സോംബിയുടെ കടിയേൽക്കാതെ രക്ഷപ്പെടുന്നവർക്ക് തിരികെ സെല്ലിലേക്ക് പോകാം. എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ മച്ചാൻ കടിയേൽക്കാതെ രക്ഷപ്പെടുന്നതും. അങ്ങനെ ഗെയിമിന്റെ സമയം കഴിഞ്ഞതും ദേഹത്ത് ലൈറ്റ് ഒക്കെ കെട്ടിവെച്ച് ഒരാൾ പുറത്തേക്ക് വരുന്നു. ഇത് കണ്ടതും സോംബികൾ മുഴുവനും അയാളുടെ പുറകെ പോയി. രക്ഷപ്പെട്ടവരെല്ലാം ജീവനും കൊണ്ടോടി സെല്ലിലേക്ക് കയറുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതോ ഒരുണങ്ങിയ ബ്രെഡും. അതും അത്രയും പേർക്കും വെറും ഒരെണ്ണം മാത്രം. ശരിക്കും ഭൂമിയിലുള്ള ഒരു നരകം തന്നെയായിരുന്നു അത്. ഇവിടെ ഇതേ സമയം പ്ലാൻ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ പകല് പോകുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് മിഷൻ രാത്രിയാകാമെന്ന് തീരുമാനിക്കുന്നു. ഇതേ സമയം നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ഒരു റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. 4 വർഷമായിട്ട് പുള്ളിക്കാരന്റെ ജോലി ഇത് തന്നെ. എന്നെങ്കിലും ഒരിക്കലും അവർ കണക്ട് ചെയ്യാൻ പറ്റുമെന്നും തീർച്ചയായിട്ടും അവർ തങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ വരുമെന്ന് തന്നെയാണ് അപ്പൂപ്പന്റെ വിശ്വാസവും. നേരത്തെ നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഞാനല്ല, അത് യൂജിന്റെ പണിയാ. അത് മരിക്കുന്നതിന് മുന്നേ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ദുർബലരെ സഹായിക്കണമെന്ന്. നിങ്ങൾക്ക് ഒട്ടും വയ്യെന്ന് തോന്നി, അതാ ഞാൻ രക്ഷിച്ചത്. യൂജിൻ പറഞ്ഞത് കേട്ടതും അവന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറാൻ തുടങ്ങി. അന്ന് അവന് അവരെ രക്ഷിക്കാമായിരുന്നിട്ടും അവനത് ചെയ്തില്ലല്ലോ. ആ ചിന്ത ഉറക്കത്തിൽ പോലും അവന് വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ നേരം വെളുത്തു. ജിയോങ് നേരെ ആ കുട്ടികളുടെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. സത്യത്തിൽ ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. 4 വർഷങ്ങൾക്ക് മുന്നേ കപ്പലിലേക്ക് പോകാൻ സമയത്ത് നിങ്ങളുടെ കുടുംബത്തെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ അന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്കായില്ല. എന്തേ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ? നിങ്ങൾ മാത്രമല്ല അന്ന് നിർത്താതെ പോയത്. 31 കാറുകൾ ഞങ്ങളെ കടന്നുപോയി. അതുകൊണ്ട് വലിയ കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കടപ്പെട്ടിരിക്കേണ്ടത് ഞങ്ങളുടെ മക്കളോടാണ്. അത് പറഞ്ഞ് അവളൊരു തോക്കെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ രാത്രിയായതും എല്ലാവരും മിഷന് വേണ്ടി പുറപ്പെടുകയാണ്. സോംബികൾക്ക് രാത്രിയിൽ കണ്ണു കാണാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. യൂണിറ്റിൽ നിന്നും കുറച്ച് ദൂരെ മാറി ഒരു കാർ നിർത്തിയിടുന്നു. നിങ്ങൾ ഇതിനകത്ത് ഇരുന്നാ മതി. നേരം വെളുക്കുമ്പോഴേക്കും അമ്മ തിരികെ വന്നില്ലെങ്കിൽ വീട്ടിലേക്ക് പോണം. അപ്പൊ അമ്മയോ? അമ്മ എങ്ങനെ വീട്ടിലേക്ക് വരും? അമ്മ എങ്ങനെയെങ്കിലും വന്നോളാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഒരിക്കലും കാറിൽ നിന്ന് പുറത്തിറങ്ങരുത്, മനസ്സിലായോ? അത്രയും പറഞ്ഞ് കുട്ടികളെ മുത്തച്ഛനെ ഏൽപ്പിച്ച ശേഷം അവള് ജിയോങ്ങിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഓൾറെഡി അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിനകത്ത് കയറണമെന്ന് ഇറങ്ങണമെന്നുള്ള വഴിയെല്ലാം നന്നായിട്ട് അവൾക്കറിയാം. അങ്ങനെ അവർ ആ താവളത്തിനകത്തേക്ക് കയറിപ്പറ്റി. നീക്കങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് മുന്നിൽ പെടുന്നവരെല്ലാം അപ്പോഴെപ്പോഴും ജിയോങ് തട്ടിയിരുന്നു. അവസാനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ട്രക്ക് ഒരു കണ്ടുപിടിച്ചു. അടുത്തതായിട്ട് നമ്മുടെ ക്യാപ്റ്റനെയാണ് കാണിക്കുന്നത്. ഇന്ന് രാത്രി എസ്കേപ്പ് ആവാൻ വേണ്ടി ആളൊരു അടിപൊളി പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ രാത്രി നമ്മുടെ ലീഡർ ഇങ്ങോട്ടൊരു വലിയ ട്രക്ക് കൊണ്ടുവന്നില്ലേ? അതില് 1 മാസത്തേക്ക് എല്ലാവർക്കും വേണ്ടുവോളം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അൺലിമിറ്റഡ് ഗെയിം ഉണ്ടാകും. എല്ലാവരും അർമാദിച്ചു. പക്ഷേ ആ ലീഡർക്ക് ഇത് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജിയോങ് മിന്നും കൂടി ആ ട്രക്കിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫോൺ തപ്പി തപ്പി അവസാനം അവർക്ക് ഫോൺ കിട്ടി. പക്ഷേ അത് പൊട്ടിപ്പോയിരുന്നു. ഇനി ഒരു ഫോണും കൂടെ ഉണ്ടല്ലോ. രണ്ടാമത്തെ ഫോണിനായിട്ട് അവിടെ മുഴുവൻ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റന്റെ സഹായം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തന്നെ മിന്ന അയാളെ ഗൺ പോയിന്റിൽ നിർത്തി. നിങ്ങളെ കൂടെ എന്നെയും കൂടി കൊണ്ടുപോയിക്കൂടെ? എനിക്ക് ഇവിടുന്ന് പുറത്തു പോണം. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് ക്യാപ്റ്റൻ സാറ്റലൈറ്റ് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഫോണോ? നിനക്കത് എവിടെ നിന്ന് കിട്ടി? അത് ഈ ട്രക്കിനകത്തുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് വീണതാ. ഇപ്പൊ ക്യാപ്റ്റന്റെ കയ്യിലുണ്ട്. എന്നാൽ അയാൾ പറയുന്നത് കേട്ടതും നമ്മുടെ മച്ചാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജിയോങ്ങിന് മനസ്സിലായി. പിന്നീട് ഒരു നിമിഷം പോലും കാക്കാതെ അവൻ അകത്തേക്ക് ഓടുന്നു. അപ്പോഴേക്കും അകത്ത് അടുത്ത ഗെയിം സ്റ്റാർട്ട് ആയിരുന്നു. സോംബികളെ തുറന്നുവിട്ടതും തടവ് പുള്ളികളെല്ലാം ജീവന് വേണ്ടി കിടന്ന് ഓടാൻ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ ഗെയിമിലായതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ പതിയെ ട്രക്കിന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഇതാണ്. നിന്റെ കയ്യിൽ സാറ്റലൈറ്റ് ഫോണില്ലേ? അതിങ്ങ് വേഗം താ. ഓ, ഫോണാണോ? ഇപ്പൊ തരാലോ. അത് പറഞ്ഞ് അയാള് തോക്കെടുത്തൊരൊറ്റ വെടി. ഭാഗ്യത്തിന് കൊണ്ടില്ല. അവള് പെട്ടെന്ന് വണ്ടി ബാക്കിലേക്ക് എടുത്ത് ക്യാപ്റ്റനെ നോക്കി ഒറ്റയിടി. അപ്പോഴേക്കും നമ്മുടെ ജിയോങ് ഗെയിം നടക്കുന്നിടത്തേക്ക് വന്നിരുന്നു. ഒരു സോംബി നമ്മുടെ
നമ്മുടെ മച്ചാന്റെ ദേഹത്തേക്ക് ചാടി വീഴാൻ പോയതും ജിയോങ് ഒരു മാസ് എൻട്രിയോടെ വന്ന് ഒറ്റ വെടിക്ക് അതിനെ കൊന്നുകളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സകല സോംബികളെ അവൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു. കൂടെ തന്നെ ഒരു ഫോക്ക് ബോംബ് കൂടെ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. ജിയോങ്ങിനെ കണ്ട സകല എണ്ണവും തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ മൊത്തത്തിൽ പുകയായതുകൊണ്ട് തന്നെ ഒന്നും കാണാനും വയ്യ. ആ ഗ്യാപ്പ് നോക്കി അവൻ നമ്മുടെ മച്ചാനുമായിട്ട് പുറത്തേക്ക് പോകുന്നു. എതിരെ വരുന്ന സകലതിനെ വെടിവെച്ചിടുവാണ്. എന്നാൽ ഒളിച്ചിരുന്ന് ജിയോങ്ങിന് നേർക്ക് ആ ലീഡർ വെടിവെച്ചെങ്കിലും എതിരെ കയറി വന്ന മച്ചാന്റെ നെഞ്ചിലേക്കാണ് ബുള്ളറ്റ് തുളച്ചു കയറിയത്. വെടികൊണ്ടത് നെഞ്ചിലായതുകൊണ്ട് തന്നെ ആ നിമിഷം തന്നെ മച്ചാൻ മരിച്ചു വീഴുന്നു. എന്ത് വേണമെന്നറിയാതെ ജിയോങ് ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയി. അവനത് താങ്ങാനായില്ല. എന്നാൽ ഈ ഗ്യാപ്പ് നോക്കി അവനെ വീണ്ടും ലീഡർ വെടിവെക്കാൻ ചെന്നതും പെട്ടെന്നാണ് നമ്മുടെ മിൻ ട്രക്ക് കൊണ്ടുവന്ന അകത്തേക്ക് ഇടിച്ചു കയറ്റുന്നത്. ജിയോങ് അവസാനമായിട്ട് അവന്റെ മച്ചാനെ ഒരു നോക്കും കൂടി നോക്കിയ ശേഷം വേഗം ഓടിച്ചെന്ന ട്രക്കിലേക്ക് കയറുന്നു. അടുത്ത നിമിഷം തന്നെ അവൾ ആ ട്രക്കും കൊണ്ട് പുറത്തേക്ക് പായുകയാണ്. അപ്പോഴേക്കും ബോധം പോയ നമ്മുടെ ക്യാപ്റ്റന് ബോധം വന്നിരുന്നു. പ്ലാൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ. അതിന്റെ ദേഷ്യത്തിന് അവൻ തോക്കെടുത്ത് തന്റെ സഹായിയായിരുന്ന അവനെ തന്നെ വെടിവെച്ചും കൊന്നുകളഞ്ഞു. ശേഷം കാറും എടുത്തുകൊണ്ട് നേരെ ട്രക്കിന് പുറകെ പാഞ്ഞു. ഇതേ സമയം നമ്മുടെ ട്രക്ക് പോർട്ട് ലക്ഷ്യമാക്കി പായുകയാണ്. പക്ഷേ കാലക്കേടിന് സോംബികളുടെ ഇടയിൽ കുടുങ്ങിപ്പോയി. ഒരുപാട് സോംബികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് പോകാനും പറ്റുന്നില്ല. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വലിയ രീതിയിൽ വെട്ടമടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജൂനി യൂജിനും ആയിരുന്നു. ഹോൺ അടിച്ചും ലൈറ്റിട്ടും സോംബികളുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചതും സോംബികൾ മുഴുവനും ആ കാറിന്റെ പിറകെ പോയി. കുറച്ചു ദൂരം എത്തിയതും അപ്പം പടക്കം പൊട്ടിച്ച് സോംബികളുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചു. ആ ഗ്യാപ്പ് നോക്കി രണ്ട് വണ്ടികളോടെ എസ്കേപ്പ് ആവുകയാണ്. പക്ഷേ നമ്മുടെ ക്യാപ്റ്റന്റെ ലീഡറും എല്ലാം ഇവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. സോംബികളെ ആകർഷിക്കാൻ വേണ്ടി ഫ്ലെയർ ഗണ്ണൊക്കെ പൊട്ടിച്ചിട്ടാണ് അവന്മാരുടെ വരക്കം. എന്നാൽ നമ്മുടെ മിന്നും ജൂനിയും ചേർന്ന് ഓരോരോ കാറുകളായിട്ട് തകർക്കാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റൊരുത്തനാണെങ്കിൽ നമ്മുടെ ജൂനി ഓട്ടിക്കുന്ന കാർ പഞ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്നൊരു ഊടുവഴിയിലേക്ക് കയറി. അവിടെ ഒരിടത്ത് സോംബികൾ കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടെന്നും അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവള് വേഗം യൂട്ടേൺ എടുത്ത് ലൈറ്റ് അടിച്ചതും കാറിന്റെ വെട്ടത്തില് വില്ലന്മാരുടെ വണ്ടികളാണ് സോംബികൾ കാണുന്നത്. അതോടെ ആ കാറുകളുടെ പണികൾ മുഴുവൻ സോംബികൾ തീർത്തു. കലിപ്പ് കയറിയ ലീഡർ ആണെങ്കിൽ വണ്ടികളിലെ വലിയ സ്പോട്ട് ലൈറ്റ് മുഴുവൻ ട്രക്കിന് നേരെ അടിക്കാൻ ഓർഡർ കൊടുത്തു. വെളിച്ചം കണ്ട സോംബികൾ മുഴുവനും കാറിന് ട്രക്കിന് നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി. ജിയോങ് പെട്ടെന്ന് തോക്കെടുത്ത് ഓരോ ലൈറ്റായിട്ട് വെടിവെച്ചിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ലൈറ്റും പൊട്ടിക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. ഇപ്പൊ ഓരോ വണ്ടി വന്ന് നിൽക്കുന്നത് തുടക്കത്തില് അവർ വന്നിറങ്ങിയൊരു സ്ഥലമില്ലേ, എസ്കലേറ്ററിനുള്ളിലും ഒരുപാട് സോംബികളെ കണ്ട സ്ഥലം, അവിടേക്കായിരുന്നു. ട്രക്ക് എസ്കലേറ്ററിന്റെ അടുത്ത് എത്തിയതും ജിയോങ് വേഗം ആ ഗ്ലാസ് മുഴുവനും വെടിവെച്ചിട്ടു. അതോടെ സോംബികൾ മുഴുവനും കൂട്ടത്തോടെ വില്ലന്മാരുടെ കാറിന് മുകളിലേക്ക് വിടാൻ തുടങ്ങി. ലീഡറും ടീംസും സോംബികളുടെ അറ്റാക്കിൽ അവിടെ പടവാവുകയും ചെയ്തു. അങ്ങനെ എല്ലാം തരണം ചെയ്ത് നമ്മുടെ ജിയോങ്ങിന്റെ ജൂണിന്റെ വാഹനങ്ങൾ പോർട്ടിലെത്തിയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഒരു കാർ ഓപ്പോസിറ്റിലേക്ക് വന്ന് ജൂനിന്റെ കാറിലേക്ക് ഇടിച്ചു കയറുന്നത്. അത് നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു. അയാള് വേഗം വന്ന് ജൂനിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി അവളെ പെട്ടെന്ന് ഗൺപോയിന്റിൽ നിർത്തുന്നു. ഇത് കണ്ട നമ്മുടെ യൂജിനാണെങ്കിൽ അവളുടെ ടോയ് കാർ വെച്ച് പെട്ടെന്ന് അയാളുടെ ശ്രദ്ധ തിരിച്ചു. ആ ദേഷ്യത്തിന് അയാളെ യൂജിനെ വെടിവെക്കാനായിട്ട് പോയെങ്കിലും മുത്തശ്ശൻ പെട്ടെന്ന് എതിരെ കയറി നിൽക്കുന്നത് കൊണ്ട് മുത്തശ്ശനാണ് വെടികൊള്ളുന്നത്. മിന്നും വെടിവെക്കാൻ നോക്കുമെങ്കിലും അയാൾ പെട്ടെന്ന് അവളുടെ കാലിലേക്ക് വെടിവെക്കുന്നു. ജിയോങ്ങിന്റെ വെടിയേൽക്കുന്നതിന് മുന്നേ അയാൾ പെട്ടെന്ന് ട്രക്കിനുള്ളിലേക്ക് ചാടിക്കയറി. ശേഷം ട്രക്ക് എടുത്ത് പോർട്ടിലേക്ക് പായുകയാണ്. വേഗം തന്നെ അയാൾ പോർട്ടിൽ കിടന്ന കപ്പലിലേക്ക് കയറുകയും ചെയ്തു. ട്രക്ക് കണ്ട ആൾക്കാർക്കാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. അതും പറഞ്ഞ് ആ ഗുണ്ട അപ്പോഴേ നമ്മുടെ ക്യാപ്റ്റൻ തോക്കെടുത്തങ്ങ് വെടിവെച്ചു. പക്ഷേ മരിക്കുന്നതിന് മുന്നേ ക്യാപ്റ്റൻ ആണെങ്കിൽ വണ്ടി റിവേഴ്സിനിട്ട ശേഷം ആക്സിലേറ്ററിൽ കാല് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി പിറകിലേക്ക് പോകാൻ തുടങ്ങി. അത് കാരണം ഡോർ അടയ്ക്കാൻ പറ്റിയില്ല. വെടിവെച്ച ശബ്ദം കേട്ടതും സോംബികൾ മുഴുവനും കൂട്ടത്തോടെ കപ്പലിനുള്ളിലേക്ക് പാഞ്ഞു കയറാൻ തുടങ്ങി. ഇതെല്ലാം ജിയോങ്ങും ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ കപ്പലിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് കുറെ കാലമായിട്ട് മുത്തശ്ശൻ ഒരു പട്ടാളക്കാരനെ വിളിക്കാൻ ശ്രമിക്കുന്നില്ലേ, ആ പട്ടാളക്കാരുടെ ഹെലികോപ്റ്റർ അവിടേക്ക് വരുന്നത്. ഹെലികോപ്റ്ററിന്റെ ശ്രദ്ധ കിട്ടാനായിട്ട് അവര് വേഗം മുകളിലേക്ക് പടക്കം കത്തിച്ചു വിടുന്നു. കാലിന് വെടിയേറ്റത് കൊണ്ട് എനിക്ക് ഓടാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ ജിയോങ് കുട്ടികളെ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി. ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ സോംബികൾ മുഴുവൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം കൂടി സിയോങ്ങിന്റെ കുട്ടികളുടെ പിറകെ പായാൻ തുടങ്ങി. പിറകിൽ നിന്നും മിന്നു അവർക്ക് ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെടിവെച്ചാൽ എത്ര സോംബികളെ വെടിവെച്ചിടാൻ പറ്റും? അവള് വേഗം അവിടെ കണ്ട ഒരു ട്രക്കിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ശേഷം വലിയ ശബ്ദത്തിൽ അതിന്റെ ഹോൺ അടിച്ചതും ആ ഏരിയയിലുണ്ടായിരുന്ന സകല സോംബികളും ട്രക്കിനടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അത് കാരണം ഇവര് സേഫ് ആയിട്ട് പട്ടാളക്കാരുടെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നാൽ ജോനയാണെങ്കിൽ പെട്ടെന്ന് തോക്കെടുത്ത് പട്ടാളക്കാർക്ക് നേർക്ക് കാണിച്ചു. അമ്മ വരാതെ അവള് പോകില്ലെന്നാണ് പറയുന്നത്. എന്നാൽ താൻ ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ മക്കൾ രക്ഷപ്പെട്ടു പോകില്ല എന്ന് മിന്നിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം ജിയോങ് കാണുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മയെ ഞാൻ രക്ഷിക്കും, അതും പറഞ്ഞ് അവൻ തോക്കെടുത്ത് മിന്നിന്റെ അടുത്തേക്ക് പായുകയാണ്. എന്തായാലും മരിക്കാൻ തീരുമാനിച്ചില്ലേ, എങ്കിൽ എന്തുകൊണ്ട് അവസാനം വരെ പൊരുത്തിക്കൊണ്ട് മരിച്ചൂടാ? ആ ചിന്തയിൽ അവൾ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സോംബികൾക്ക് നേരെ പോരാടാൻ തുടങ്ങി. സകലതിനെ വെടിവെച്ചിട്ട് വയ്യാത്ത കാലം കൊണ്ട് അവൾ ഓടുവാണ്. അവളുടെ പിറകെ വരുന്ന സോംബികളെല്ലാം ജിയോങ് വെടിവെച്ചിടുന്നുണ്ട്. ഫോക്ക് ബോംബ് എറിഞ്ഞുകൊണ്ട് ഒരു പുകമറയുണ്ടാക്കി. അങ്ങനെ രണ്ടുപേരും അതിസാഹസികമായി രക്ഷപ്പെട്ടുകൊണ്ട് ഹെലികോപ്റ്ററിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മയെ കണ്ട രണ്ട് മക്കളെ ഹാപ്പി. അങ്ങനെ അവര് 4 പേരും ഹെലികോപ്റ്ററിൽ കയറി അവിടുന്ന്
രക്ഷപ്പെടുന്നു. ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.